ചന്ദനമരം അടിച്ചു മാറ്റിയോ? അത് ശരിയാണ്. ഞാൻ അടിച്ചു ചെയ്യാത്ത പണി എന്താന്ന് ലിസ്റ്റ് ചെയ്യുന്ന നല്ലതെന്ന് തോന്നുന്നു അല്ലേ സാറേ? ഞാൻ അടിച്ചു മാറ്റിയല്ല, അത് കോളേജില് പിന്നെ എന്തോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കോളേജിൽ തന്നെ താമസിക്കും. ഞാൻ കുറെ കാലം കോളേജിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പുറത്തോട്ട് പോകത്തല്ല, എപ്പം കൂടി അവിടെ തന്നെ. ഫുഡ് കുട്ടികളാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. ഫുഡ് ക്യാൻറ്റീനിലുണ്ട്. അപ്പൊ അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ കിടക്കും. ലുങ്കിയൊക്കെ അവിടെ തന്നെ ആയിരിക്കും. ഡ്രസ് കഴുകാനുള്ള സ്ഥലം, അല്ല അതിന് തുണി കഴുകാനൊക്കെ പിന്നെ ഹോസ്റ്റലില് റൂമിൽ അവിടെ പോയി കഴുകാം. വേറെ ആൾക്കാർ റൂം എടുത്തിട്ടുണ്ടല്ലോ. അതെങ്ങനെ അറിയാം? എനിക്കറിയാം. അല്ല നമ്മള് ഒരിക്കലും മുറി സ്വന്തമായിട്ട് എടുത്തിട്ട് കഴുകത്തൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ സാബുവിന്റെ പേര് മാറ്റേണ്ടി വരും. അല്ല, നമുക്ക് വേണ്ടി കുറച്ച് റൂംസ് അവിടെ അലോക്കേറ്റ് ചെയ്തിട്ട് റിസർവ്ഡ് ആണ്. അപ്പൊ കോളേജിലെ ഈ പറഞ്ഞ റിഹേഴ്സലും സാധനങ്ങളും നാടകം സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒക്കെ കാണും. അപ്പം അവിടെ തന്നെ കിടക്കും. അപ്പൊ അതിന്റെ ഗ്രീൻ റൂമിനകത്ത് അവിടെ ക്ലാസ് തുടങ്ങുമ്പോഴത്തേനൊക്കെ ഈ എണീക്കാൻ പറ്റുമോ? അല്ലല്ലോ, ഓഡിറ്റോറിയത്തിനകത്ത്. ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ നിരന്ന് കിടക്കും. നിരന്ന് കിടക്കും. അപ്പൊ പിന്നെ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. സത്യം. ഒരു 10-40 എണ്ണം ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. കാഴ്ചയായിരിക്കും. ബാനറാണ് പുതയ്ക്കുന്നത്. ബാനറോ? അപ്പൊ ആ സമയത്ത് കോളേജിൽ രാത്രി ബാനർ പുതയ്ക്കും, പകല് കെട്ടും, അങ്ങനെയാണോ? ഇല്ല, ബാനർ എന്ന് പറഞ്ഞാല് ഈ കടക്കാരൊക്കെ കൊണ്ടുവന്ന് പരസ്യത്തിന് ബാനർ വലിച്ചു കിട്ടുമല്ലോ. നടന്നിട്ടുണ്ടോ കോളേജിലൊക്കെ? ഇല്ല. അതിലേ കേരളത്തിലെ ഒരു പ്രശസ്തമായ ജ്വല്ലറിയുടെ ബാനർ വരണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു നമ്മള്. നല്ല ക്വാളിറ്റി, നല്ല നമ്മുടെ ഈ ഖാദി ബോഡിന്ന് കിട്ടുന്ന ഖാദി ബോഡിന്ന് കിട്ടുന്ന മറ്റേ പുതപ്പിന്റെ അത്രയും കട്ടിക്ക് അവരടിക്കുന്നത്. സ്ട്രോങ് സാധനം. ചിലപ്പോ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കും കാര്യം ഇതെടുത്ത് പുതച്ചാലും കീറി പോരുന്നു. അതെ. അപ്പൊ കോളേജിൽ തന്നെ കിടക്കുന്നത്. അപ്പൊ അന്ന് എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ എല്ലാരും കിടന്നു. അപ്പൊ രാത്രിയാകുമ്പോൾ നമ്മൾ ചില സമയത്ത് വലുതായിട്ട് പൈസ കാണില്ല. അപ്പൊ നമ്മുടെ ഫുഡ് കുറച്ച് ലിമിറ്റഡ് ആക്കും. അപ്പൊ ലിമിറ്റഡ് ആക്കിയാൽ ശരീരം ഇത് ആവശ്യപ്പെടൂല പിന്നെയും. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ വട്ടിപ്പിരിവ് വല്ലതും ഉണ്ടോ? കളക്ഷൻ ഒന്നും ഇറങ്ങത്തില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തെങ്ങ് കയറാൻ അറിയുന്നവന്മാരുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി കളനകത്ത് ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കരിക്കുകൾ കയറ്റി കരിക്കൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അപ്പൊ രാത്രി ആയപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേരുടെ എന്തോ ശബ്ദം കേട്ട് എന്ന് പറഞ്ഞ്, അപ്പൊ നമ്മൾ ആഹാ എന്ന് പറഞ്ഞ് കോളേജിനകത്തെല്ലാം രാത്രി നടന്നതൊക്കെ തപ്പി. അപ്പൊ കുറെ മരച്ചില്ലയൊക്കെ കിടന്നു, അതൊക്കെ മാറ്റിയൊക്കെ നോക്കി. ആരെയും കണ്ടില്ല, തിരിച്ചുപോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ വൻ ബഹളം. സംഭവം യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ നിന്നൊരു ചന്ദനമരം ആരോ അടിച്ചുകൊണ്ടുപോയി. ഈ ചന്ദനമരത്തിന്റെ ചില്ലയാണ് പൊക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയ രാത്രി ചെന്ന്. അവരാ മെയിൻ തടിയല്ലേ എടുക്കൂ, ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു ഇതൊരു ചന്ദനമരമാണെന്നൊന്നും. സാധാ മരമായിരുന്നു. കട്ട് ചെയ്തോണ്ട് പോയി. നിങ്ങളെ പിടിച്ചോ? പോലീസ് പിടിച്ചോ? അല്ല, പോലീസ് പിടിച്ചില്ല. നമ്മളവിടെ ഉണ്ടായിരുന്നോണ്ട് നമ്മളെ വിളിപ്പിച്ച്. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫിംഗർ പ്രിന്റ് കാണുന്നത്. അവസരം കിട്ടി. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. പോലീസുകാർ വരട്ടിയോ? ഇല്ല, അവർക്ക് നമ്മളെ അറിയാം. കോളേജിലുള്ള നമ്മളെ കണ്ട ഒരു മോഷ്ടാവ് ലുക്കൊന്നും അല്ലല്ലോ. അതുപോലെ സ്ഥിരമായിട്ട് ആ സെക്രട്ടേറിയറ്റ് കയറ്റി ചെന്നിട്ട് അലമുന്നല്ലേ. അപ്പം എല്ലാവർക്കും അറിയാം. സോഡാ കുപ്പി എറിഞ്ഞത് അല്ല, വേറെ പല വിക്രികളുണ്ട്. സ്ഥിരമായി കാണുന്നതുകൊണ്ട് അവർക്ക് അറിയാം. അപ്പൊ നമ്മളങ്ങനെ പോലീസുകാർക്കെല്ലാം പരിചിത മുഖമല്ലേ. ഞാൻ മാത്രമല്ല, നമ്മുടെ ഗ്യാങ്ങും. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കില്ല എന്നറിയാം. അപ്പൊ അന്നാണ് ഈ ഫിംഗർ പ്രിന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ. അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങ് വെക്കാം. അല്ല, ഭൂമി പതിച്ചെടുക്കുന്നു. ഇത്രയും വലിയ കോളത്തിലേക്ക് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ എടുക്കും. അപ്പം അതിലൊരു ഡൈ ഒക്കെ തേച്ചിട്ട് അവര് എന്നെ കൈ പിടിച്ച് ഇങ്ങനെ ആകുമ്പോ നമുക്ക് കൗതുകം. അപ്പൊ നമ്മള് സാറിന്റെ സാറേ എന്റെ എടുത്ത് സാറേ അടുത്തത് എന്ന് പറഞ്ഞ പോലീസുകാരെ പറയാണ്. ആദ്യമായിട്ടാണ് ഒരു ടീം വന്ന് നിൽക്കുന്നത്. സാധാരണ ഇത് ചോദിച്ച അവന്മാര് ഞങ്ങൾ വിരല് പിടിച്ച് ബലമായിട്ടൊക്കെയാണ് ഇത് എടുക്കുന്നത്. ഇവിടെ ക്യൂ നിൽക്കുന്ന എല്ലാ എണ്ണം കൂടെ. നമുക്കൊരു രസം. എന്തായാലും ചന്ദനവരെ ഇന്നുവരെ കിട്ടിയിട്ടില്ല, പിടിച്ചിട്ടില്ല. സിനിമയിലൊക്കെ പോയിട്ടും ഈ ചവിട്ട് കൊള്ളാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താറില്ലെന്ന് പറഞ്ഞു. ഈ അയ്യപ്പനും കോച്ചും സിനിമയില് ബിജുമേന്റെ ചവിട്ട് കിട്ടിയോ? അല്ല, എന്തൊരു ആവേശം എന്നറിയാം മുഖത്ത്. ചവിട്ട് കിട്ടിയോന്ന് ചോദിച്ചപ്പോ അല്ലേ? അല്ല, അതിലെ ഒരു സുപ്രധാന സീനാണ് ആ സിനിമയിലെ. കുട്ടമണി എന്നല്ലേ പേര്? കുട്ടമണി ക്യാരക്ടർ. ഞാൻ ആ ഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ദുബായ് നിൽക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അത് പിന്നെ ആനക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ അട്ടപ്പാടിയുടെ അറ്റത്തുള്ള ബോർഡർ. അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. എറണാകുളത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പോകുന്നതിനേക്കാളിലും എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഈ ആനക്കട്ടിക്ക് പോവാം. കാട്ടിനകത്തൂടെ നല്ല റോഡുകളുണ്ട്. ഞാൻ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു, കാറുമായിട്ട് വന്ന് റൂം എടുത്തിട്ട്
ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് ഫ്രഷ് ആയി നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മണിക്കാണ് ലാൻഡിങ് ടൈം. ഈ 5 മണിക്കുള്ള ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ 7:30 മണിയായി. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഞാനും പൃഥ്വിരാജും ബിജു മേനോനും ഉണ്ട്. ഞങ്ങൾ 3 പേരുടെ ഉള്ള സീനാണ്. അപ്പോൾ അവർ രാവിലെ അവിടെ അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴും അവർ സച്ചിയേട്ടനെല്ലാം വന്ന് റെഡിയായിരിക്കുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങിയത് 7:30. ഞാൻ റെഡിയായൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 9:30-10 മണി അടുത്തായി. അപ്പോൾ ഇവരവിടെ വെയിറ്റിംഗ് ആണ്, വേറെ എടുക്കാനൊന്നുമില്ല, ആ വലിയ സീക്വൻസ് എടുത്ത് തീർക്കണം. അപ്പോൾ ഈ 2 പേരും രാവിലെ വന്ന് അപ്പം ക്യാരവനിലൊന്നും ഇരിക്കുന്നില്ല, കാരണം ഇവര് ആ സെറ്റിന്റെ ബെഞ്ചിൽ തന്നെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. വന്നല്ലോ സാറ് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ബീച്ചുവേട്ടനും ഉണ്ട്. അപ്പൊ തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പൊ ഫസ്റ്റ് സീൻ ഇതാണ്. നടന്നു വരുന്നു, ഇങ്ങനെ ചവിട്ടണം. അപ്പോൾ പ്രൊഫൈൽ ഷോട്ടാണ്, സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ആദ്യം ബീച്ചുവേട്ടൻ ഇങ്ങനെ ചവിട്ടുന്ന പോലെ കാണിച്ചപ്പം ഈ പറഞ്ഞ് സാർ അത് ടച്ച് ആകണം, അത് സ്റ്റണ്ട് മാസ്റ്റർ എന്നാലേ അതൊരു രസമുള്ളൂ, കാര്യം സൈഡിലല്ലേ ക്യാമറ വെച്ചിരിക്കുന്നത്, അറിയാൻ പറ്റും പവർ ഇല്ല എന്നുള്ളത്. ഒന്ന് ടച്ച് ആകണം. അപ്പൊ ഞാൻ ബാക്കിലോട്ട് മാറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബീച്ചേട്ടാ ചെയ്യൂ, ഒരു ചവിട്ടല്ലേ മാസ്റ്റർ, ഒരു ചവിട്ടല്ലേ, ഒരേ ഒരു കിക്ക് മാസ്റ്റർ, നിങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്ന് നിന്നുകൊടുത്ത് ബീച്ചേട്ടൻ ചവിട്ടി, ഞാൻ ചവിട്ടുകൊണ്ട് പിറകോട്ട് പോയി. എനിക്ക് തന്ന ചെരുപ്പ് ഇത്തിരി പൊക്കമുള്ളതാണ്, സൈസ് ചെറുതാണ്. അപ്പൊ എന്റെ ഉപ്പൂറ്റി കുറച്ച് വെളിയിലാണ്. എന്റെ ബാലൻസ് പോയിട്ട് ഞാൻ നടുവും തല്ലി തറ വീണു. നല്ല വീഴ്ചയായിരുന്നു, പക്ഷെ ഷോട്ട് ഓക്കെ ആയി. ഷോട്ട് സൂപ്പറാണ്. ആ സിനിമയിൽ വീണല്ലോ, വീഴുന്ന വേണ്ട, നമുക്ക് ആ ചവിട്ടി തെറിക്കുന്ന മാത്രം മതി. ചവിട്ടുകൊണ്ട് ഞാൻ തെറിച്ചു വീണു. അത്യാവശ്യം നല്ല ഇഞ്ചുറി വന്നു. അപ്പം എടുത്തെല്ലാം തടവി എല്ലാം റെഡിയാക്കി പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്ന് ഇരുന്നപ്പോ പൃഥ്വി പറയണേ, ഞാൻ മോണിറ്റർ എടുത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ബീച്ചുവേട്ടന്റെ ലിപ്പ് നോക്ക്, വെയിറ്റ് ചെയ്യിക്കല്ലടാ പട്ടി എന്ന് ലിപ്പ് കിടപ്പുണ്ടെന്ന് ചീത്ത വിളിച്ചുകൊണ്ടാണ് ആ ചവിട്ട് മനഃപൂർവ്വം ചവിട്ടിയാണെന്ന്. അത് ചുമ്മാ, കാരണം അവർ ഇത്രയും മണിക്കൂർ അവര് 2 പ്രമുഖ ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ അങ്ങനെ വൈരാഗ്യം ഒന്നും കാണിക്കുന്ന ആളല്ല അവർ രണ്ടുപേരും. അത് കുഴപ്പമില്ല, മാത്രമല്ല നമ്മളിനി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയും വേണം, സിനിമയിലാണ് കാര്യം. വരുന്ന കോടാലി പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അല്ല, ചവിട്ടിക്കെന്ന് പറഞ്ഞ ഈ ബീച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ വൈരാഗ്യ ബുദ്ധി ഉള്ളതാണ്. ആണോ? അടുത്ത പടത്തിൽ കിട്ടപ്പോ ചിലപ്പോ മനഃപൂർവ്വം ചവിട്ടും. ഇപ്പൊ പറഞ്ഞിട്ട് പോയാലേ അടുത്ത തവണ കാണാൻ പറ്റും. അവൻ ഭയങ്കര ഒറിജിനാലിറ്റിയുടെ ആളാണ്. ഞാൻ അന്ന് ചവിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ചവിട്ടും. ഓക്കെ.